ഹലോ, സുമി 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. 2-3 ദിവസത്തെ ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു രാത്രി വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 8:30 വിട്ടു. മൺഡേ മോർണിംഗ് ഒരു 6 മണിക്ക് തിരിച്ചെത്തുന്ന വിധത്തിലാണ് പോകുന്നത്. കൊടൈക്കനാൽ, കമ്പന്തേനി, രാമക്കൽമേടൊക്കെ പൊളിയാണ് കേട്ടോ. നല്ല എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ്. നല്ല വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ വീഡിയോ കണ്ടു നോക്കുക. ഞങ്ങളങ്ങനെ കൊടൈക്കനാലിൽ എത്തിയിരിക്കുകയാണ്. ചെറിയൊരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ടയേർഡായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം രാത്രി കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും വീട്ടിൽ നിന്ന്. എല്ലാവരും ചിലവരൊക്കെ 8 മണിക്കൊക്കെ ഇറങ്ങിയവരുണ്ട്. അപ്പോൾ അത് കാരണം എല്ലാവരും ടയേർഡാണ്. പെട്ടെന്ന് തന്നെ ഫ്രഷ് അപ്പ് ആവാൻ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഫുഡൊന്നും വലിയ രസം ഉണ്ടായിരുന്നില്ല. റൂമാണെങ്കിൽ വലിയ നീറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗോൾഡൻ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായത് കേട്ടോ. ഫ്രഷപ്പ് ആവാൻ തൽക്കാലം ഒരു റൂം തന്നതാണ് അവർ. ഈവനിങ് പോയപ്പോൾ വേറൊരു റൂം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നീറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ നീറ്റോ വെച്ച് കഴിഞ്ഞാൽ ഫ്രഷപ്പ് ആവാൻ കിട്ടിയത് തീരെ അവർ വൃത്തിയാക്കിയിട്ട് വരെ ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ പിന്നെ പോയ സമയത്ത് നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പഴക്കമുള്ളത് കാരണം എന്തോ നമുക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല റൂമൊന്നും. ഞങ്ങൾ ഫസ്റ്റ് പോയത് ഈ റോസ് ഗാർഡനിലേക്കാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കാര്യമായിട്ട് ഈ റോസ് ഗാർഡൻ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. വലിയ ഇതൊന്നുമില്ല. ഇവിടുന്ന് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി. അതന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ദേവേന തീർത്തെടുത്ത് ഇങ്ങനെ നടക്കായിരുന്നു. എല്ലാവരും ഇങ്ങനെ മാറി മാറി എടുക്കലായിരുന്നു ദേവേന. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ലേറ്റ് ആകുമോ, നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് അവിടെ കാണാനുണ്ടായത്. ഇങ്ങനത്തെ റോസ് കാര്യങ്ങൾ പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോസ് കാര്യങ്ങൾ. പിന്നെ ഞാൻ എന്നെ കാണിക്കുന്നത് കുറവായിരിക്കും ഈ ഒരു വീഡിയോന്. കാരണം ഞാനാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, വീഡിയോ എടുക്കണ ഞാനാണല്ലോ. അപ്പോൾ പിന്നെ എന്നെ കാണുന്നത് കുറവായിരിക്കും. ദേവ താഴേക്ക് പോകാനാണ് പറഞ്ഞത്. നല്ല തണുപ്പാണ് വെള്ളത്തിന്. പിന്നെ താഴത്തൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് വഴുക്കലെല്ലാം ഉണ്ടാവുമല്ലോ. പിന്നെ വേഗം അവളെ ഇങ്ങോട്ട് കയറ്റി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് വ്യൂ പോയിന്റിലേക്കാണ്. പാൽക്കിനാവിലും അല്ലേ മാമ
ഞങ്ങൾ പോയ സമയത്തുണ്ടല്ലോ ഭയങ്കര തിരക്കായിരുന്നു, ഒരുപാട് ആളായിരുന്നു, ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ട വണ്ടികളുണ്ട്, ഒരുപാട് മെല്ലനെയാണ് വണ്ടിയൊക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നത്, അത്രയും ബ്ലോക്കായിരുന്നു. അതുപോലെ തന്നെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പക്ഷേങ്കിൽ നല്ല മഴയായിരുന്നു, ഇറങ്ങാൻ പറ്റിയില്ല. നേരെ പിന്നെ ഭയങ്കര ബ്ലോക്കും ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് പോയത് ഗുണ കേവിലേക്കാണ്. ഗുണ കേവ് പോകുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഫിലിം കണ്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഞാൻ ഈ ഫിലിം കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും സുഭാഷ് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിളിച്ച് പറയലും ഭയങ്കരമൊക്കെ ആയിരുന്നു. ചളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, മഴയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ലാസ്റ്റ് വീഡിയോ. ഞങ്ങൾ പിന്നെ പിറ്റേത്തെ ദിവസത്തെ ഉള്ളത് വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാക്കാം കേട്ടോ. എന്തെങ്കിലും പിടിക്കുമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഞങ്ങൾ പോയ സ്ഥലം കേട്ടോ, ഗുണ കേവ്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയി. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ റൂമിൽ തന്നെ കേട്ടോ പോയത്. തീരെ രസം ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞങ്ങൾ നൈറ്റ് പിന്നെ പുറത്തുനിന്നാക്കി. പിന്നെ ഞങ്ങൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാൻ ലഞ്ച് എന്ന് വെച്ചാൽ ഈവനിങ് ആട്ടോ കഴിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റാ, ബൈ.